ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കാർ ഡ്രൈവിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. ഫസ്റ്റ്, സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് ആയിട്ടാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. ഇതിൽ മാർക്ക് ചെയ്തേക്കുന്നത് പോലെ 3ന്റെ ഭാഗത്ത് വലത് കൈയും 9ന്റെ ഭാഗത്ത് ഇടത് കൈയും യൂസ് ചെയ്യാം. 2ന്റെ ഭാഗത്ത് വലത് കൈയും 10ന്റെ ഭാഗത്ത് ഇടത് കൈയും വെച്ചും യൂസ് ചെയ്യാം. ബിഗിനേഴ്സ് ഈ 2 മെത്തേഡിലും കൈവച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതാണ് കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ കൈ സ്റ്റിയറിംഗിൽ യൂസ് ചെയ്യാൻ പറയുന്നത്. ഇന്ന മെത്തേഡിലേ യൂസ് ചെയ്യാവുന്നൊന്നും ഒരു റൂളും ഇല്ല. സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ ആ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഡേഞ്ചർ കാണിക്കുന്ന പൊസിഷനിലൊക്കെ കൈവച്ച് സ്റ്റിയറിംഗ് ഹാൻഡിൽ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗിൻ്റെ കൺട്രോൾസ് പഠിക്കാം. ഇപ്പോൾ ഈ സ്റ്റിയറിംഗ് നല്ല സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല, കാരണം വണ്ടി ഓണല്ല. വണ്ടി ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിയറിംഗ് സ്മൂത്തായിട്ടും തിരിക്കാൻ പറ്റത്തുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ കൈ ഏത് പൊസിഷൻ വെച്ച് വേണമെങ്കിലും വണ്ടി ഓടിക്കാം. പക്ഷേ ബിഗിനർ, ഒരു തുടക്കക്കാർ എപ്പോഴും 2 കൈയും വെച്ച് വേണം വണ്ടി കൺട്രോൾ ചെയ്ത് പഠിക്കാൻ. അതിനുശേഷം ഒരു കൈ വെച്ചാലും എങ്ങനെ നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ കാർ ഓടിക്കാൻ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് 3ലും 9ഉം ഈ പൊസിഷനിലായിരുന്നു എൻ്റെ കൈ വെച്ച് ഞാൻ സ്റ്റിയറിംഗ് കൺട്രോൾ പഠിച്ചത്. അതിനുശേഷം എനിക്ക് കംഫർട്ടബിൾ ആയതിനു ശേഷം മാത്രമാണ് ഞാനിപ്പം ഒരു കൈ വെച്ച് വണ്ടി ഓടിക്കുന്നത്. ചില സ്റ്റീപ്പായിട്ടുള്ള വളവിൽ മാത്രം 2 കൈ, ഒരു കൈയുടെയും കൂടെ സപ്പോർട്ട് കൊടുക്കും. കൈ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ ഇറുക്കി പിടിക്കരുത്. ടൈറ്റായിട്ട് പിടിച്ചാൽ നമുക്ക് വളയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഈ ഒരു പൊസിഷനിൽ തമ്പ് നമുക്കിത് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വരുന്ന ജസ്റ്റ് ഒന്ന് പിടിച്ചു വെച്ചിരുന്നാൽ മതി. ഈ 3ന്റെയും 9ന്റെയും പൊസിഷനിൽ പിടിക്കുമ്പോൾ വേറൊരു ഉപയോഗം കൂടെ ഉണ്ട്. നമുക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാനായാലും വൈപ്പർ യൂസ് ചെയ്യാനായാലും കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പം നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. വണ്ടി സ്റ്റാർട്ടായതിനു ശേഷം നേരത്തെ സ്റ്റിഫായിരുന്ന സ്റ്റിയറിംഗ് ആണ് ഇപ്പം നല്ല ഈസി ആയിട്ട് തിരിക്കാൻ പറ്റുന്നത് കണ്ടോ. നമ്മൾ കാറിൻ്റെ സ്റ്റിയറിംഗ് എങ്ങോട്ടാണോ തിരിക്കുന്നത് അങ്ങോട്ടാണ് ടയർ മൂവ് ചെയ്യുന്നത്. സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിക്കുമ്പോൾ ടയർ ഇടത്തോട്ടും, സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിക്കുമ്പോൾ ടയർ വലത്തോട്ടും, അങ്ങനെയാണ് നമുക്ക് ടയറിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. ടയറിൻ്റെ പൊസിഷൻ അറിയാനായിട്ടുള്ള കുറച്ച് ടിപ്പ് നമുക്കിപ്പോൾ നോക്കാം. ഈ ഹ്യുണ്ടായുടെ ലോഗോ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിനർത്ഥം ടയർ സ്ട്രെയിറ്റ് ആണെന്നാണ്. പക്ഷേ എപ്പോഴും എല്ലാ സമയങ്ങളിലും ഇത് ആപ്ലിക്കബിൾ അല്ല. ലോഗോ സ്ട്രെയിറ്റ് ആയി എന്ന് പറഞ്ഞ് എല്ലാ സമയത്തും ടയർ സ്ട്രെയിറ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇപ്പം നിലവിൽ ലോഗോ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അതിന് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയിട്ടും ഇടത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ലോഗോ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് നേരെയാണ് നിൽക്കുന്നത്, പക്ഷെ ടയർ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത്. ഇതുപോലെ ലോഗോ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. അതായത് റൈറ്റ് തിരിക്കുമ്പോൾ, ഇപ്പോൾ റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ വീല് വലത്തോട്ടാണ്, പക്ഷേ ലോഗോ സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ടയറിൻ്റെ പൊസിഷൻ സ്ട്രെയിറ്റ് ആണോ അല്ലേ എന്നറിയാൻ വേണ്ടി ഒന്നുകിൽ ഇടത്തോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിയറിംഗ് തിരിക്കുക. ശേഷം അതിന് പഴയ പൊസിഷനിലേക്ക് ആക്കാൻ വേണ്ടി 1.5 ടേൺ തിരിഞ്ഞാൽ മതി. ഇനി ഇതല്ലാതെ വേറൊരു മെത്തേഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് എടുക്കുമ്പോൾ വണ്ടി ഏത് വശത്തോട്ടാണോ ചരിയുന്നത് അപ്പോൾ മനസ്സിലാവും ടയർ ഇന്ന വശത്താണെന്ന് മനസ്സിലായി അതിനെ തിരിച്ച് സ്ട്രെയിറ്റ് ആക്കുക. ഇത്രയും നേരം നമ്മൾ ടയറിൻ്റെ പൊസിഷൻ അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് നോക്കിയത്. ഇനി സ്റ്റിയറിങ്ങിൻ്റെ കുറച്ച് കൺട്രോൾസ് നമുക്ക് പഠിക്കാം. കുറച്ച് റെഫറൻസ് പോയിന്റുകളൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതിലൊരു റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിച്ചാലും വലത് വശത്തിരിക്കുന്ന കൈ വലതും ഇടത് വശത്തിരിക്കുന്ന കൈ ഇടതും മാത്രമേ എങ്ങോട്ട് തിരിഞ്ഞാലും തിരിച്ചെത്താവൂ. അതിന് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ സ്റ്റിയറിംഗ് ഞാൻ ഇടത് വശത്തേക്ക് തിരിക്കുകയാണ്, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ. അപ്പോൾ വലത് വശത്തിരിക്കുന്ന കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തിരിഞ്ഞ് കറക്റ്റായി ഇരുന്ന പൊസിഷനിൽ തന്നെ തിരിച്ചെത്തണം. ഇതുപോലെ 2 കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആക്കി ഒരിക്കലും സ്റ്റിയറിംഗ് പിടിക്കരുത്. ബിഗിനർ ആണെങ്കിൽ എന്തായാലും അത് കൺഫ്യൂഷൻ ആക്കും. ഈ സെയിം റെഫറൻസ് പോയിന്റ് തന്നെയാണ് നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുമ്പോഴും. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുമ്പോൾ
നമ്മുടെ ലെഫ്റ്റ് കൈ, ഇടത് കൈയല്ലേ റൈറ്റിലേക്ക് തിരിച്ചത്, ആ കൈ ഇരുന്ന പൊസിഷനിൽ തന്നെ എത്തണം. കുറച്ച് മുന്നേ ഞാനൊരു 1.5 റൊട്ടേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണ് നമ്മൾ ആ 1.5 റൊട്ടേഷൻ കൊടുക്കേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം. ഒരു 1.5 റൊട്ടേഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റിയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വലത്തേക്ക് തിരിച്ചിരിക്കുന്നത്. അത് ഞാനൊന്ന് സ്ലോ മോഷനിൽ കാണിച്ചു തരാം. ഇപ്പം നോക്കിക്കോണം, ഞാനൊരു കംപ്ലീറ്റ് റൊട്ടേഷൻ റൈറ്റിലേക്ക് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനിയൊരു അരയും കൂടി വലത്തോട്ട് പോകണം, എന്നാലേ ഇത് കംപ്ലീറ്റ് വലത്തോട്ട് തിരിയത്തുള്ളൂ. നമ്മളിപ്പോൾ മൊത്തത്തിൽ വലത്തോട്ട് തിരിച്ചേക്കുകയില്ല, അതിനെ തിരിച്ച് പഴയതുപോലെ ആക്കാനും ഈ സെയിം മെത്തേഡ് ഉപയോഗിക്കാം. അതിന് 1.5 റൊട്ടേഷൻ എന്ന് പറഞ്ഞല്ലോ, അതിൽ 1/2 റൊട്ടേഷൻ ആദ്യം ചെയ്യുക, അതിനുശേഷം ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ തിരിച്ചെടുക്കുക. അപ്പോൾ വീല് സ്ട്രെയിറ്റ് ആയിട്ട് വരും. ഇതുപോലെ തന്നെ സ്റ്റിയറിംഗ് കംപ്ലീറ്റ് ആയിട്ടും ഇടതുവശത്തേക്ക് തിരിക്കുന്നതും അത് വീണ്ടും പഴയപടി സ്ട്രെയിറ്റ് ആക്കുന്നതും അതിനോടൊപ്പം തന്നെ വീല് സ്ട്രെയിറ്റ് ആവുന്നതും കൂടി കാണിച്ചു തരാം. മുഴുവനായിട്ടും ഇടതുവശത്തേക്ക് തിരിക്കാൻ ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ഒരു റൊട്ടേഷൻ എടുക്കുക. അതിനുശേഷം വീണ്ടും ഇനിയൊരു പകുതിയും കൂടി കൊടുക്കാനുണ്ട്, ആ പകുതിയും കൂടി ഇടതുവശത്തേക്ക് തിരിക്കുക. ഇപ്പം വീല് മുഴുവനായിട്ടും ഇടതുവശത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. മുഴുവനായിട്ടും ഏതെങ്കിലും ഒരു വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന സ്റ്റിയറിങ്ങിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒന്നുകിൽ ആദ്യം ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കൊണ്ടുവരിക, അതിനുശേഷം ബാക്കിയുള്ള അര കൊണ്ടുവരിക. ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യം അര കൊണ്ടുവരിക, പിന്നെ ശേഷം കംപ്ലീറ്റ് റൊട്ടേഷൻ കൊണ്ടുവരാം. ഇതിലേതാണെങ്കിലും ശരി, മുഴുവനായിട്ട് ഏതെങ്കിലും ഒരു വശത്തേക്ക് തിരിക്കാനായാലും ആദ്യം തിരിച്ച് പഴയപടി സ്ട്രെയിറ്റ് ആക്കാനും 1.5 റൊട്ടേഷനാണ് കൊടുക്കേണ്ടത്. എന്നാൽ ഈ 1.5 അല്ലാതെ ഒരു 2 ടൈം മെത്തേഡും കൂടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് എനിക്ക് പേഴ്സണലി അതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വശത്തേക്ക് മുഴുവനായിട്ട് തിരിഞ്ഞിരിക്കുന്ന സ്റ്റിയറിങ്ങിനെ നമുക്ക് വീണ്ടും പഴയപടി സ്ട്രെയിറ്റ് ആക്കാനാണ് ഈ 2 ടൈം മെത്തേഡ് യൂസ് ചെയ്യേണ്ടത്. ഒരു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റിയറിങ്ങിൽ നമ്മൾ 3-ലും 9-ലും കൈവയ്ക്കുമ്പോൾ വലത് കൈ എപ്പോഴും വലത് ഭാഗത്തും ഇടത് കൈ എപ്പോഴും ഇടത് ഭാഗത്തേ വരാവും. മുഴുവനായിട്ട് ഏതെങ്കിലും ഒരു വശത്ത് തിരിഞ്ഞിരിക്കുന്ന സ്റ്റിയറിങ്ങിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഈ ഒരു പൊസിഷനിൽ നമ്മളെ കൈ തിരിച്ചു വരാവും. അതായത് ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഈ സ്റ്റിയറിംഗ് ഞാൻ മുഴുവനായിട്ടും വലത് ഭാഗത്തേക്ക് തിരിക്കുന്നു. ഇപ്പോൾ ഇടത് ഭാഗത്തിരിക്കേണ്ട നമ്മുടെ ഇടത് കൈ വലത് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് മുഴുവനായിട്ട് തിരിച്ചപ്പോൾ. അപ്പം നമ്മുടെ കൈ ഇനി തിരിച്ചത് ഇവിടെയാണ് വരേണ്ടത്. അതിന് സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിൽ നേരത്തെ 1 റൊട്ടേഷൻ പറഞ്ഞെങ്കിൽ കൈയുടെ കാര്യത്തിൽ നമുക്ക് 2 റൊട്ടേഷനാണ് ആവശ്യം. ഇവിടെ ലോഗോയുടെയോ സ്റ്റിയറിങ്ങിൻ്റെയോ കാര്യത്തിലൊന്നും ശ്രദ്ധ കൊടുക്കണ്ട, നമ്മുടെ കൈയുടെ കാര്യത്തിൽ മാത്രമാണ് നോക്കേണ്ടത്. നമ്മുടെ ഇടത്തെ കൈ 9 o'clock ഭാഗത്ത് 2 പ്രാവശ്യം തിരിച്ചു കൊണ്ടുവരിക. മുഴുവനായിട്ടും വലത്തോട്ട് തിരിച്ചപ്പോൾ നമ്മുടെ ഇടത് കൈ വലത് ഭാഗത്തെത്തി, അതിന് 9 o'clock ഭാഗത്ത് 1 പ്രാവശ്യം കൊണ്ടുവരിക, ഒന്നുകൂടി 9 o'clock ഭാഗത്ത് 1 പ്രാവശ്യം കൂടെ കൊണ്ടുവരിക. അപ്പം ടയറും അതുപോലെ സ്റ്റിയറിങ്ങും കംപ്ലീറ്റ് ആയിട്ടും സ്ട്രെയിറ്റ് ആവും. ഇതാണ് സ്റ്റിയറിങ്ങും വീലും തിരിച്ച് സ്ട്രെയിറ്റ് ആക്കാനുള്ള 2 ടൈം മെത്തേഡ്. തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 1.5 റൊട്ടേഷനോ അല്ലെങ്കിൽ ഈ 2 ടൈം മെത്തേഡോ ഇതിലേത് വേണം യൂസ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഈ 2 ടൈം മെത്തേഡാണ് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതാണ് ഞാൻ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. വണ്ടി പഠിച്ച് തുടങ്ങുന്നവർക്കായാലും ശരി, ലൈസൻസ് കിട്ടിയിട്ട് ഇതുവരെയ്ക്കും വണ്ടി എടുക്കാത്തവർക്കായാലും ഇതൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Thank you for watching. Don't forget to like and hit the subscribe button.